സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഹരിനാമകീർത്തനം 5-ാമത്തെ ശ്ലോകം. ഹരിനാമകീർത്തനമിതുരജൈവതിന്നു ഗുരുവരുളാലെ ദേവകളുമരുൾ ചെയ്ക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവുമുര ചെയ്വതിന്നരുൾക. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഈ ഹരിനാമകീർത്തനം ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ഞാൻ പാടാൻ തുടങ്ങുന്നു. അതിന് ദേവന്മാരും ഭൂസുരരും എന്നെ അനുഗ്രഹിക്കണം. ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച എനിക്ക് മരണസമയത്തും ഹരിനാമം കീർത്തിക്കുന്നതിന് എന്നെ അനുഗ്രഹിക്കണേ. നാരായണ, അവിടുത്തേക്ക് നമസ്കാരം. നാം ഏതൊരു സൽക്കർമ്മവും ചെയ്യുന്നതിന് മുന്നേ ഗണേശനെ വന്ദിക്കുന്ന പതിവുണ്ട്. ഉദ്ദേശിച്ച കാര്യം യാതൊരു തടസ്സവുമില്ലാതെ നടത്തിത്തരണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ പുരാണങ്ങളിലും മറ്റും ഗണപതിയെ മാത്രമല്ല സരസ്വതിയെയും ഗുരു, ഉമാമഹേശ്വരന്മാർ, മഹാവിഷ്ണു അങ്ങനെ എല്ലാ ദേവന്മാരെയും വന്ദിക്കും. എന്തിനാണ് എല്ലാ ദേവീദേവന്മാരെയും വന്ദിക്കുന്നത്? സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഒരു ജീവാത്മാവിൻ്റെ ഓരോ അംഗങ്ങൾക്കും ഓരോരോ ദേവന്മാരുടെ സാന്നിധ്യം പരമാത്മാവായ ഭഗവാൻ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ജീവൻ തൻ്റെ എല്ലാ ഇന്ദ്രിയങ്ങളെക്കൊണ്ടും ഭഗവത് സ്മരണയോടുകൂടി ധർമ്മത്തെ മുൻനിർത്തി കർമ്മം ചെയ്താൽ മാത്രമേ പരമാത്മാവിലെത്തുകയുള്ളൂ. അവിടെ എത്തണമെങ്കിൽ മുജ്ജന്മവാസനകളും കർമ്മങ്ങളും എല്ലാം ഇല്ലാതായി അന്യചിന്ത കൂടാതെ ഹരിസ്മരണം മാത്രമാവണം. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്ന പോലെ ജന്മലാഭ പരപുംസാം അന്തേ നാരായണ സ്മൃതി എന്ന നിലയിലെത്താൻ ശ്രീഹരിയുടെ അനുഗ്രഹം കൊണ്ടേ അത് സാധിക്കൂ എന്ന് ആചാര്യൻ പറയുന്നു. ഈ ഹരിനാമകീർത്തനം രചിക്കുന്ന അദ്ദേഹത്തിന് മാത്രമല്ല, അത് പാടുന്നവർക്കും കേൾക്കുന്നവർക്കും കൂടി ആ അനുഗ്രഹം നൽകണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഗുരോരനുഗ്രഹേണൈവ പുമാൻ പൂർണ്ണ പ്രശാന്തയേ എന്നും ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഒരു ഭഗവാന്റെ മാത്രമല്ല, ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ കൂടി മാത്രമേ ഒരുവന് ഭഗവാനിലെത്താൻ സാധിക്കുള്ളൂ. നാമം ജപിക്കാനും സാധനകളിലൂടെ ഭഗവത് പ്രാപ്തി ലഭിക്കാനും ഭഗവാൻ തന്നെയാണ് ഒരുവന് ഗുരുവിൻ്റെ രൂപത്തിൽ മുന്നിൽ വന്നു നിൽക്കുന്നത്. ആ ഗുരു സാക്ഷാൽ ശ്രീമന്നാരായണനായിക്കൊണ്ട് ആ ഗുരുവിൻ്റെ അരുളപ്പാടോടുകൂടി ആണ് ഈ ഒരു ഹരിനാമകീർത്തനം പാടാൻ തുടങ്ങുന്നത്. അതിന് എല്ലാ ഗുരുക്കന്മാരുടെയും ഈശ്വരന്മാരുടെയും എല്ലാറ്റിനുമുപരി ശ്രീമന്നാരായണൻ്റെയും അനുഗ്രഹത്തിന് തലകുനിക്കുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥന്മാരുടെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. രാധേ രാധേ.